എല്ലാ ദിവസവും വെപ്രാളം പിടിച്ചാണ് കോളേജിൽ പോകുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് 6 മണിക്ക് അലാറം വെച്ചിട്ട് കയറി കിടന്നുറങ്ങി സമാധാനമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 6 മണിക്ക് അലാറം അടിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത്ര നേരത്തെ എഴുന്നേൽക്കണത്. അങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ കിടക്കാമെന്ന് വെച്ചിട്ട് കിടന്നതാണ്. കണ്ണു തുറന്നപ്പോൾ 9 മണി. 9 മണിയുടെ ക്ലാസ്സാണ്. ആദ്യത്തെ 2 അവറങ്ങ് മിസ് ചെയ്ത്. എന്നിട്ട് ഞാൻ ഓടിപ്പടച്ചിട്ടാണ് കോളേജിൽ പോയത്. 3-ാമത്തെ അവറെങ്കിലും കയറണമല്ലോ, എന്നാലും മുടിയൊക്കെ നല്ല സ്റ്റൈലിലും കെട്ടിയിട്ടാ. ആ ഒരു എൻ്റെ ഡെഡിക്കേഷനെ ഞാൻ തന്നെ എഴുന്നേറ്റ് ഇന്ന് 2 മിനിറ്റ് കൈയടിച്ച് ക്ലാസ്സിൽ പോകാനായിട്ട് ലിഫ്റ്റിൻ്റെ അകത്ത് നിന്നപ്പോഴാണ് എന്നിട്ട് ഈ ഒരു സാധനത്തെ ലിഫ്റ്റിൻ്റെ അകത്ത് കണ്ടത് കേട്ടോ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റാണ്. മുടിയൊക്കെ ഒരുമാതിരി ഇരിക്കണം. മിക്ക ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഈ ചേച്ചിയുടെ ഒരുമാതിരി ഇരിക്കണം. അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഒരു സമാധാനം കിട്ടി. അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്ക് ആയ കേട്ടോ. അപ്പം ഞാൻ ചോറും മുട്ട പുഴുങ്ങിയതും അച്ചാറും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി സാലഡുമാണ് കൊണ്ടുപോയത്. സമയമില്ലെങ്കിൽ എല്ലാം വെച്ചിട്ടാണ് വന്നത്. കാരണം നമ്മൾ തിന്നണം, ഫുഡ് മുഖ്യം. മുട്ടയൊന്നും കൊണ്ടുവന്നൂടാ കോളേജിൽ, എന്നാലും അങ്ങ് കൊണ്ടുവന്നു. നോൺ വെജിറ്റേറിയൻ അലൗഡല്ല കോളേജിൽ. അത് കഴിഞ്ഞിട്ട് സമോസ കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറ് കഴിച്ചിട്ട് അങ്ങോട്ട് ശരിയായില്ല. അതുകൊണ്ട് ഞാൻ 2 സമോസയും കൂടെ തട്ടിയിട്ട് അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് കയറി. അത് മുകളിലായിരുന്നുണ്ട്. മുകളിലാണെങ്കിൽ ഈ ഒരു സമയത്ത് എനിക്ക് ലിഫ്റ്റും കിട്ടിയില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് മൊത്തം കയറി 6-ാമത്തെ നില. അപ്പം ഞാൻ മുകളിൽ നോക്കിയപ്പോൾ സൂര്യനെ കാണാനേ ഉള്ളൂ. മറ്റേ വെയിലിന് മറ്റേ ചൂടൊന്നുമില്ല. അത്രയ്ക്ക് തണുപ്പാണ്. നമ്മൾ കുറച്ചൊന്ന് ചൂടിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സൂര്യൻ്റെ അടി വന്നിരിക്കണം. ചൂടൊന്നുമില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നപ്പോഴാണ് ഈ ഫോറൻസിക് സൈക്കോളജി പിള്ളേരുടെ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഫ്രണ്ട്സും കൂടി കയറി. അവിടെ എന്താണെന്ന് വെച്ചാൽ 4 കൊലപാതകങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൊലപാതകിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഗിഫ്റ്റൊക്കെ കിട്ടും. പക്ഷേ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് പേടിപ്പിക്കാനൊക്കെ ആളുണ്ട്. ഞാൻ മാത്രമേ പേടിച്ചോളൂ. അതാണ് ഇതിൻ്റെ പ്രതിനെ കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് പാടാണ്. ഇത്തിരി ബുദ്ധി ഉപയോഗിക്കണം. എനിക്കതില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിൻ്റെ വാലെ തൂങ്ങി നടന്നു. അവരും കണ്ടുപിടിച്ചില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും സൗണ്ടും ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല പേടിയാവും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കോളേജിൻ്റെ പുറത്ത് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ശരി, ബൈ.